അപ്പോൾ ഹലോ ഗൈസ്, നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത് എന്താണ് ഒരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എന്നുള്ളതാണ്. ശരിക്കും സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ചാർട്ടിൽ കാണാൻ പറ്റുന്ന പോലെ ഒരു റേഞ്ചിൻ്റെ അകത്ത് മാർക്കറ്റ് പ്രൈസ് രണ്ട് ലെവലുകളെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് മൂവ് ചെയ്യുന്നതിനാണ് നമ്മൾ മെയിൻലി സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് പ്രൈസ് ഇവിടെ നിന്ന് വന്ന് ഈ ഒരു ലെവലിനെ റെസ്പെക്റ്റ് ചെയ്ത് വീണ്ടും ആ ലെവലിനെ റെസ്പെക്റ്റ് ചെയ്ത് താഴോട്ട് വന്ന് തിരിച്ച് താഴെയുള്ള ലെവലിനെ റെസ്പെക്റ്റ് ചെയ്ത് വീണ്ടും മണ്ടക്കോട്ട് പോകുന്നു, പിന്നെ താഴെയുള്ള വീണ്ടും ലെവലിനെ റെസ്പെക്റ്റ് ചെയ്ത് മണ്ടക്കോട്ട് പോകുന്നു. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൻ്റെ പറയുന്ന പേരാണ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻ്റ് എന്ന്. അപ്പോൾ ഇത് പ്രൈസ് ആക്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കാറ്റഗറിയാണ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കുവാണെങ്കിൽ ഇവിടെ സെല്ല് ചെയ്തവരുടെ എസ് എൽ ഇനെ മണ്ടയ്ക്ക് കാണും, ഇവിടെ സെല്ല് ചെയ്തവരുടെ ബൈ ചെയ്തവരുടെ എസ് എൽ താഴെ കാണും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ മാക്സിമം രണ്ടാമത്തെ മിത്തിക്കേറ്റിൽ നമ്മൾ എൻട്രി പ്ലേസ് ചെയ്യാൻ നോക്കണം. ഇവിടെ നോക്കുവാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഒരു എൻട്രി എടുക്കുവാണെങ്കിൽ ഇതിൻ്റെ നമുക്ക് ഇതിൻ്റെ എസ് എൽ വെക്കാം. ഇതിൻ്റെ ഹൈ വരെയോ അല്ലെങ്കിൽ മറ്റേൻ്റെ ഹൈ വരെയോ ഒക്കെ പോവുകയാണെങ്കിൽ നമുക്ക് 1/6.9 റിസ്ക് റോഡ് നമുക്കിവിടെ കിട്ടും. അപ്പോൾ ഈ പലരും ചെയ്യുന്ന മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ ഓൾറെഡി മണ്ടയ്ക്കും താഴെയും ലിക്വിഡിറ്റി ആയി കഴിയും. ലിക്വിഡിറ്റി ആയി കഴിഞ്ഞതിന് ശേഷം എല്ലാവർക്കും വിസിബിൾ ആവും സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻ്റ് ആകുന്നത്. അങ്ങനെ വിസിബിൾ ആകുമ്പോഴത്തേക്കും ആൾക്കാർ പോയി അവിടെ പോയി എൻട്രി എടുക്കും, താഴോട്ട് അവരുടെ ടാർഗറ്റ് വെക്കും. ഇങ്ങനെ വെക്കുന്നതിൻ്റെ കുഴപ്പമെന്ന് വെച്ചാൽ ഓൾറെഡി എല്ലാവർക്കും അത് കാണാൻ പറ്റും അതൊരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻ്റെ ഫോം ആവുന്നതെന്നും. അപ്പം എല്ലാവരുടെയും എസ് എൽ മണ്ടയ്ക്ക് കാണും. അപ്പോഴത്തേക്ക് മണ്ടയ്ക്കോട്ട് പ്രൈസ് അവരുടെ എസ് എൽ ഹണ്ട് ചെയ്യാൻ വേണ്ടി മണ്ടയ്ക്കോട്ട് പോകും. ഇപ്പം ക്രിപ്റ്റോ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ നടക്കുന്ന ഒരു കാര്യമാണ് ഈ എസ് എൽ ഹണ്ടിങ് എന്ന് പറയുന്നത്. അത് നമുക്ക് എല്ലാവർക്കും വിസിബിൾ ആകുന്ന കാര്യങ്ങൾ പോവുകയാണെങ്കിൽ അത് നമ്മുടെ ഓപ്പോസിറ്റ് ആയിരിക്കും മാർക്കറ്റ് നടക്കത്തുള്ളൂ. കണ്ടോ, ഇവിടെ നോക്കുവാണെങ്കിൽ ഇവിടെ സെല്ലുകാരുടെയും ഇവിടെ സെല്ലുകാരുടെ നമ്മളിത് സപ്പോർട്ട് റെസിസ്റ്റൻ്റ് ആണെന്ന് കണ്ടുപിടിച്ചിട്ട് സെല്ല് ചെയ്ത് നമ്മുടെ എസ് എൽ ഉണ്ട്. മാർക്കറ്റ് എന്ത് ചെയ്ത് അതെല്ലാം പോയി ഗ്രാബ് ചെയ്തു. അപ്പം പലരും ചെയ്യുന്ന മിസ്റ്റേക്കാണ് ഒന്നാമത്തെ രണ്ടാമത്തെ മൂന്നാമത്തെ ഒക്കെ പോയി സെല്ല് ചെയ്യുന്നു. നമുക്ക് ഫസ്റ്റ് ഒന്നെങ്കിൽ ആദ്യത്തെ എന്തായാലും ആദ്യത്തെ നമുക്ക് അത്യാവശ്യം നല്ല പാടായിരിക്കും കണ്ടുപിടിക്കാൻ. മിനിമം രണ്ടാമത്തേലെങ്കിലും നമ്മളവിടെ കണ്ടുപിടിച്ച് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻ്റ് ബേസ്ഡ് ട്രേഡ് എടുക്കാവുള്ളൂ. നമ്മൾ മൂന്നാമത്തേനൊക്കെ കാത്തിരിക്കുവാണെങ്കിൽ നമ്മുടെ എസ് എല്ലും കൊണ്ട് അവർ പോകും. അപ്പം അതാണ് മെയിനായിട്ട് ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പം ഇവിടെ നോക്കുവാണെങ്കിൽ ഇത്രയും പേരുടെ എസ് എൽ ഇവിടെ ഇരിപ്പുണ്ട്. കൂടാതെ നമ്മൾ ഇവിടെ കൊണ്ട് നമ്മുടെ എസ് എൽ വെച്ചിരുന്നെങ്കിൽ അതും ഹണ്ട് ചെയ്തുകൊണ്ട് താഴോട്ട് വരും. അപ്പം ഇനി അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറെ കാര്യമാണ് ഈ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻ്റ് ബ്രേക്ക് ആകുമ്പോഴത്തേക്കും ചാടി കയറി സെല്ല് ചെയ്യുന്നത്. ഇപ്പം നമുക്ക് എല്ലാവർക്കും വിസിബിളാണ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻ്റ് ഇവിടെ ഫോം ആവുന്നുണ്ടെന്ന്. അപ്പം നമ്മൾ ആരും നേരെ പോയി ഇവിടെ സെല്ല് ചെയ്ത് നമ്മൾ ഇതിൻ്റെ എസ് എൽ വെച്ചാൽ നമുക്ക് 1/1 പോലും കിട്ടത്തില്ല. നമ്മുടെ എസ് എല്ലിയുടെ താഴെ ഉണ്ട്, അത് ഹണ്ട് ചെയ്യും. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കുവാണെങ്കിൽ വേറെ കാര്യം ശ്രദ്ധിക്കുവാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ഈ ബൈ ചെയ്തവരുടെ എസ് എൽ താഴെ കിടപ്പുണ്ട്. അപ്പം ഇങ്ങനെ ബൈ ചെയ്തവരുടെ എസ് എൽ ഇവിടെ താഴെ വെച്ചുകൊണ്ട് മാർക്കറ്റ് മണ്ടയ്ക്കോട്ട് ഷൂട്ട് ചെയ്ത് പോകാനുള്ള ചാൻസ് വളരെ സാധ്യത കുറവാണ്. മാക്സിമം അവരുടെ എസ് എല്ലും അവിടെ ഹണ്ട് ചെയ്യാൻ വേണ്ടി നോക്കും. അപ്പോൾ അതാണ് മാർക്കറ്റ് താഴോട്ട് വന്നത്. അപ്പോഴത്തേക്ക് ഇവിടെ താഴോട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ വിചാരിക്കും ഈ ഒരു സപ്പോർട്ട് ഇനി ബ്രേക്ക് ആയില്ലേ, ഇനി മാർക്കറ്റ് താഴോട്ട് പോകുന്നു. അപ്പോൾ നമ്മളെല്ലാവരും നമ്മുടെ എസ് എൽ ഇവിടെ കൊണ്ടുവെക്കും. മാർക്കറ്റ് തന്നെ ഇത് താഴോട്ടുള്ള ഫോൾസ് ബ്രേക്ക് കാണിച്ച് നമ്മുടെ എസ് എൽ ഇവിടെ ഹണ്ട് ചെയ്ത് ഹണ്ട് ചെയ്ത മാർക്കറ്റ് താഴോട്ട് ചിലപ്പോൾ മേ ബി താഴോട്ട് പോകും, അത് വാട്ടർ ഇത് പോകട്ടെ, എവിടെയാണെങ്കിലും പോകട്ടെ. ഇതൊക്കെ നമ്മൾ ഈ ഒരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻറ്റിൽ ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യം ഇതാണ്. നമ്മൾ എൻട്രി എടുക്കുമ്പോഴത്തേക്കും ഒന്നെങ്കിൽ രണ്ടാമത്തേൽ എൻട്രി എടുക്കണം, അത് കണ്ടുപിടിക്കണം. അവിടെ എൻട്രി എടുത്ത് ഈ സിങ് ഹൈയിലോ സിങ്ങിൻ്റെ അവിടെ വെക്കുവാണെങ്കിൽ സുഖമായിട്ട് ട്രേഡ് ചെയ്യാം. അതുപോലെ ശ്രദ്ധിക്കാൻ വെച്ചാൽ ഈ ഹിഡൻ ആയിട്ടുള്ള ക്യാൻഡിൽസ് ഉണ്ടോ, ഈ പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഈ റെഡ് ക്യാൻഡിൽ അങ്ങനത്തെ ഉള്ള ക്യാൻഡിലൊക്കെ ആയിരിക്കും മെയിൻലി ഇത് സപ്പോർട്ട് എടുത്ത് തിരിച്ച് മണ്ടയ്ക്കോട്ട് പോകാനുള്ള ചാൻസ് ഉള്ളത്. അപ്പം അങ്ങനത്തെ ക്യാൻഡിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ മൂന്നാമെന്ന് പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ
ഫോൾസ് ആയിട്ടുള്ള ബ്രേക്ക് ഔട്ടിൽ പോയി തലകൊണ്ട് വെക്കരുത്. കാരണം നമുക്ക് എല്ലാവർക്കും വിസിബിളാണ് ഇത്രയും കാര്യങ്ങൾ ഇവിടെ സംഭവിച്ചെന്ന്. നമ്മളെപ്പോലെ ഇഷ്ടം പോലെ ട്രേഡേഴ്സ് അവരുടെ എസ് എൽ അവിടെ കൊണ്ട് വെക്കും, മാർക്കറ്റ് അതും ഗ്രാബ് ചെയ്യും. അതാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ മിസ്റ്റേക്ക് വരുത്തി പൈസ കൊണ്ട് കളയുന്നത്. അപ്പോൾ നിങ്ങൾ ട്രേഡ് എടുക്കുമ്പോഴത്തേക്കും മാക്സിമം രണ്ടാമത്തെയോ മൂന്നാമത്തെ സപ്പോർട്ട് എടുക്കുക, ഇറങ്ങുക. പിന്നെ നമ്മൾ മാർക്കറ്റിനെ ഒബ്സർവ് ചെയ്യുക. ഇപ്പോൾ ഈ മഞ്ഞ വെച്ചേക്കുന്ന എല്ലാം ഓരോ ആൾക്കാരുടെ എസ് എൽ ആണ്. അതെല്ലാം മാർക്കറ്റ് ഹണ്ട് ചെയ്യും. ഓൾറെഡി ഇതെല്ലാം മാർക്കറ്റ് ഹണ്ട് ചെയ്ത് കഴിഞ്ഞതാണ്. നോക്കുവാണെങ്കിൽ ഇതെല്ലാം മാർക്കറ്റ് ഹണ്ട് ചെയ്ത് കഴിഞ്ഞ് ഇവിടെ മണ്ടയ്ക്ക് എസ് എൽ ഇല്ല ആറേയും. ഇപ്പം താഴെയാണുള്ള എസ് എൽ. ഈ എസ് എൽ മാർക്കറ്റ് സ്വല്പം വന്നെടുത്ത് മേ ബി ഇതിപ്പോൾ താവട്ടൊന്ന് ഷൂട്ട് ചെയ്ത് ഫുൾ എടുക്കാനുള്ള ചാൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ എന്തെങ്കിലും ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ താങ്ക് യു വാച്ചിങ്.